പറഞ്ഞ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഷാപ്പിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നാളായി. കുട്ടനാടുള്ള ഏതെങ്കിലും ഒരു ഷാപ്പിലേക്ക് പോവാം. കുട്ടനാടുള്ള ഗരുഡാഗിരി ഷാപ്പിൽ ഇതിനു മുമ്പ് ഒരുപാട് തവണ പോയി ഫുഡ് കഴിച്ചിട്ടുള്ള ഷാപ്പാണ് ഗരുഡാഗിരി. വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിക്കാത്ത ഒരുപാട് വെറൈറ്റി വിഭവങ്ങൾ അവിടെയുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബൈ, കഴിക്കാൻ എന്തൊക്കെയുണ്ട്? കഴിക്കാൻ കപ്പ, പൊറോട്ട, ചപ്പാത്തി, അപ്പം, ചേമ്പ്, കാച്ചിൽ, കുഴ, ഊണ് ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് വാളത്തല. അത്യാവശ്യം വലിയ തലയല്ലേ? ബൈ, ഈ വാളത്തലയ്ക്ക് എന്ത് വില വരും? അതിന് 850 വരും. 850, 850 രൂപ. അപ്പം ചിക്കൻ ഫ്രൈ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കപ്പ എന്ത്? ഇതെന്താ? അതെന്തോ? ഇത് കുഴ. അതെന്തോ? അത് കപ്പ. പറയായിരുന്നു. കപ്പ വേണ്ടേ? കപ്പ ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം എത്തിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈക്ക് എന്തുമല്ല? 250. അടിപൊളി. നല്ലത്. അസാധ്യതയില്ല. തലക്കറിയൊന്നും ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. തലക്കറി ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകണം. അത് മാത്രമല്ല, ചിക്കൻ ഫ്രൈ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് എന്താ ചിക്കൻ 250 രൂപയാണ് ചിക്കൻ്റെ വില വരുന്നത്. അതുപോലെ ഈ തലക്കറിക്കും 800 രൂപ 850 രൂപ റേറ്റ് വരുമെന്നാണ് ഫുഡ് കൊണ്ടുവന്ന ആ പയ്യൻ പറഞ്ഞത്. നമുക്ക് തലക്കറിയും ഈ അപ്പവുമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം ഇത് തണുത്തിരിക്കുക, ആ ഒരു പ്രശ്നം. നോക്കട്ടെ. കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ ഈ മീനിൻ്റെ മാത്രമായിട്ട് നോക്കാം. ഒരു ആവറേജ്, ഒരു വലിയ ഗംഭീരമാണെന്ന് പറയാനില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഈ കപ്പയും മീൻകറിയായിട്ട് നോക്കാം. കഴിച്ചിട്ട് കുറഞ്ഞിട്ട് മീൻകറി അത്യാവശ്യം എരിവുണ്ട്. ഇച്ചിരി പുളി കൂടുതലാണെന്ന് സംശയമുണ്ട്. ഇപ്പോൾ അടിപൊളി മീൻകറിക്ക് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു ആവറേജ് ടേസ്റ്റ്. മഞ്ഞക്കൂരിക്കറിയുണ്ട്. അടിപൊളിയെന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും വരുമ്പോൾ കഴിക്കുന്നതാണ്, പക്ഷെ നമ്മളത് സ്ഥിരം കഴിക്കുന്നതുകൊണ്ടാണ് ഇന്ന് അത് ഒഴിവാക്കിയത്. കഴിക്കാത്ത വിഭവങ്ങളാണ് ഇവിടെ വന്നിട്ട് നമ്മൾ കഴിക്കാത്ത വിഭവങ്ങളാണ്. ഈ ചിക്കൻ ഫ്രൈ ആയാലും തലക്കറിയാണ്. ടേസ്റ്റ് നോക്കാം. നാരങ്ങ പിഴിഞ്ഞ് മുകളിൽ ഒഴിക്കുക. അടിപൊളി. ചിക്കൻ ഫ്രൈ കണ്ടിട്ട് വളരെ ഗംഭീരമായിട്ട് തോന്നുന്നു. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അതിനകത്ത് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട് കേട്ടോ. മുഴുത്തൊരു കാല് കണ്ട് എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ചിക്കൻ ഫ്രൈ സക്സസ്. കൊള്ളാം. അത്യാവശ്യം നല്ല എരിവുണ്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്, എന്നുവെച്ചാൽ നല്ല മുരിഞ്ഞിരിക്കുകയാണ് പുറമേ. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടില്ല. അടിപൊളി. എരിവെന്ന് പറയുമ്പോൾ ഒരു ഓവറായിട്ടുള്ള എരിവല്ല, കഴിക്കാൻ പാകത്തിൽ. ചിക്കൻ ഫ്രൈക്ക് വേണ്ട ഒരു കള്ളിഷാപ്പ് രുചി എരിവ് ഉണ്ടോ? സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് കുഴയും മീൻകറിയായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മീൻകറി താല്പര്യമില്ല, എന്നാലും എന്താ പറയുക, വേറെ നമ്മൾ പറഞ്ഞിട്ടില്ല. കുഴയും കൊള്ളാം, നല്ല കുഴ മാത്രമായിട്ട് കഴിച്ച് നോക്കും. മീൻകറി മിക്സ് ചെയ്യുന്നു. കുഴയും കൊള്ളാം. കുഴയും ഈ കപ്പയും അപ്പവും ഈ ചിക്കൻ ഫ്രൈയും വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ മീൻ തല നമുക്ക് പൊളിച്ച് നോക്കാം കേട്ടോ. ഇനി എൻ്റെ അത് എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് നോക്കാം. എന്താ അടിപൊളി ഇതന്നെ. നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട്. ടോട്ടൽ 1194 രൂപ.
ഈ വാളക്കറിക്ക് ഈ തലക്കറിക്ക് 800 രൂപയാണ്. ചിക്കൻ ഫ്രൈക്ക് 262 രൂപ. വാളത്തലക്കറി എനിക്ക് ചിക്കൻ ഫ്രൈ വളരെ ഗംഭീരമായിരുന്നു, സൂപ്പറായിരുന്നു. അതിൻ്റെ മസാലയൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ വളരെ സോഫ്റ്റായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു. ഇവിടെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി, സൂപ്പർ, രക്ഷയില്ലായിരുന്നു. അതുപോലെ അപ്പവും കുഴയക്കം കപ്പയൊക്കെ അടിപൊളി, കിടിലമായിരുന്നു. മൊത്തത്തിൽ കുഴപ്പമില്ല. ഈ കറി ഒഴിച്ച് ബാക്കിയെടുത്ത ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കുട്ടനാടുള്ള ഗഡ്ഡാഗിരി കള്ള് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻ്റായിട്ട് പറയണം. ബൈ.